രണ്ടുപേര് ഒരു ഒരു അമ്മയും കുഞ്ഞുമാണ്. അമ്മ മുത്തശ്ശിയും കുഞ്ഞുമാണ് മരിച്ചത്. അത് എനിക്ക് തോന്നുന്നത് ഒരു ലയത്തിനകത്താണെന്ന് തോന്നുന്നത്. ടി എസ്റ്റേറ്റിന്റെയോ അങ്ങനെയുള്ള ലയത്തിനകത്താണെന്ന് തോന്നുന്നത്. അവിടെ സ്ഥിരമായി ആനകൾ ഇറങ്ങുന്ന ഒരു സ്ഥലം തന്നെയാണ്. നമുക്കത് പ്രത്യേകം കാണേണ്ടത് ഇത് ആ വാൽപ്പാറയില് ആനകളുടെ ഒരു വിഹാര കേന്ദ്രങ്ങളാണ്. എപ്പോഴും ഇങ്ങനെ അറ്റാക്കുകൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുപോലെ റോഡിലൂടെ പോകുന്നവരും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ കബാലി എന്ന് പറഞ്ഞൊരു സ്ഥിരം ആന അതിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യമായിട്ട് ആ ആന ആരെയും അറ്റാക്ക് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഏത് ആനയെന്ന് നമുക്ക് അറിയില്ല. അത് വീട്ടിനകത്ത് കടന്നു, ഒരു ലയത്തിനകത്ത് കടന്നു. അവിടെ 2-3 വീടുകൾ മാത്രമുള്ള ലയമാണ്. ടി എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അപ്പൊ നമുക്ക് ഇത് എസ്റ്റേറ്റിനകത്തായതുകൊണ്ട് ഏത് സമയത്തും എന്തും സംഭവിക്കാം. കാരണം ആനകള് കാട്ടിൽ നിന്ന് എസ്റ്റേറ്റിൽ നിന്ന് കാട്ടിലേക്കും വിഹരിക്കുന്ന സ്ഥലമാണ് ഈ വാൽപ്പാറ. അപ്പൊ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് ചെയ്യാൻ പറ്റുന്ന ആ ടി എസ്റ്റേറ്റ് ഉടമയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ലയങ്ങൾക്ക് ചുറ്റും നമുക്ക് ആന വീടിനകത്തേക്ക് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക് ഫെൻസിങ്ങോ അതുമാതിരി ഉള്ള കാര്യങ്ങൾ, ഇലക്ട്രിക് ഫെൻസിങ്, മെയിനായിട്ട് ഇലക്ട്രിക് ഫെൻസിങ് ചെയ്യുക. അങ്ങനെ ആ വീടുമായിട്ടുള്ള ആനകൾ ആ വീട്ടിലേക്ക് കയറുന്നത് തടയപ്പെടുക. അത്രയും നമുക്ക് സാധിക്കുള്ളൂ. അല്ലാതെ ആന സ്ഥിരമായി വരുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് ആനയെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഇതിപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഇതിൽ ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ സ്ഥാപിക്കണം. ഇത് ആരുടെ ഉത്തരവാദിത്തമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നു ടി എസ്റ്റേറ്റ് ഉടമയാണ്, അവിടുത്തെ ഉടമയാണ് ഇത് ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പൊ നമുക്ക് ഗവൺമെന്റിനെ പറയാൻ സാധിക്കില്ല. ആ എസ്റ്റേറ്റിനകത്തുള്ള കാര്യങ്ങൾ എസ്റ്റേറ്റിന്റെ ഉടമ തന്നെ ചെയ്തു കൊടുക്കേണ്ടതാണ്. നിലവിലിപ്പോൾ ഇങ്ങനത്തെ വാർത്തകളൊക്കെ നമ്മൾ എപ്പോഴും സ്ഥിരം കേൾക്കുന്നതാണ്. പ്രത്യേകിച്ചും താങ്കൾ പറഞ്ഞ പോലെ ഈ വാൽപ്പാറ പോലൊരു പ്രദേശം എന്ന് പറയുമ്പോൾ ഈ കാട്ടാനകളുടെ ഒക്കെ ഒരു വിഹാര കേന്ദ്രം തന്നെയാണ്. ഇതിൽ എത്രത്തോളം ഒരു സുരക്ഷാ ക്രമീകരണം, ഈ പറഞ്ഞ പോലെ ഈ ഫെൻസിംഗ് ഒക്കെ നമ്മൾ നിർമ്മിക്കുക എന്ന് പറയുമ്പോഴും അതൊക്കെ എത്രത്തോളം സാധ്യമാകും? ഒപ്പം തന്നെ ഈ കാട്ടാനകൾ ഈ നാട്ടിലേക്ക് ഇറങ്ങുന്നത് അതൊരു ഇവരുടെ ഒരു വഴി, പൊതുവഴി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ആളുകളെ ഇവിടെ തന്നെ താമസിപ്പിക്കുമ്പോൾ അത് എത്രത്തോളം അപകടം നിറഞ്ഞൊരു കാര്യമാണ്. അല്ല, ആ എസ്റ്റേറ്റിന്റെ ലയങ്ങളായിരിക്കുമേ. അപ്പൊ ആ എസ്റ്റേറ്റിന്റെ ലയങ്ങളിൽ ഒരു 2-3 വീടാണെങ്കിൽ ആ 3 വീടിൽ ഫെൻസിങ് സ്ഥാപിക്കാൻ അത്ര വലിയ കാശൊന്നും ചെലവാകുന്ന കാര്യങ്ങളല്ല. ആ വീടിന് രാത്രി കാട്ടാൻ എന്തായാലും ആ വഴിക്ക് പോകും. അപ്പൊ പോകുന്നത് ആ കാട്ടാൻ അവരുടെ വീട്ടിലേക്ക് കയറുന്നതിന് മാത്രം പ്രിവെന്റ് ചെയ്താൽ മതി. ഇപ്പൊ രാത്രി കാലങ്ങളിൽ ഈ വീട്ടിൽ താമസിക്കുന്നവർക്ക് പ്രശ്നമല്ല. അല്ലെങ്കിൽ നമ്മൾ റോഡിലൂടെ പോകുന്ന സമയത്ത് ഏത് സമയത്തും ആന നമ്മുടെ മുമ്പിൽ പെടാം. ഈ വാൽപ്പാറ, അതുപോലെ അതിരപ്പള്ളി ആ റൂട്ട്, വാൽപ്പാറ കോയമ്പത്തൂർ റൂട്ട്, ഇതിലൊക്കെ ഏത് സമയത്തും നമുക്ക് ആ വാൽപ്പാറയില് ഈ ഫോറസ്റ്റും ഈ എസ്റ്റേറ്റും കൂടെ ചേർന്ന് കിടക്കുന്ന സമയത്ത് ഏത് സമയത്തും നമ്മൾ കാട്ടാന നമ്മുടെ മുമ്പിൽ പെടാം. നമ്മൾ അതുപോലെ തന്നെ ഈ പോകുന്ന ആൾക്കാരെ കാറിനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലമാണത്. അത് നമുക്ക് ഈ എസ്റ്റേറ്റ് ഉടമ ലയങ്ങൾ എന്തായാലും അവർക്ക് മാറ്റാൻ സാധിക്കില്ല. ആ ലയങ്ങളെ ഈ കാട്ടാന രാത്രി അവരുടെ വീട്ടിലേക്ക് കയറുന്നത് തടയാൻ മാത്രമേ സാധിക്കൂ. ഈ പറഞ്ഞതുപോലെ ഈ കാട്ടാനകൾ ഇങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ഭയം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഈ കാട്ടാനകൾ ഇങ്ങനെ ആക്രമിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും, ഒരുപക്ഷെ ഇവരെ ആക്രമിക്കാൻ ആളുകൾ വരുന്നു അല്ലെങ്കിൽ മുൻപിൽ നിൽക്കുന്നവരെ ആക്രമിക്കുന്നു എന്നുള്ളൊരു തോന്നലായിരിക്കുമോ ഇത്തരത്തിലുള്ളൊരു ആക്രമണത്തിലേക്ക് കടക്കുക? കാരണം അല്ലെങ്കിൽ നമുക്കറിയാം ഇങ്ങനെ ഈ കാട്ടാനകളൊക്കെ പുറത്തിറങ്ങി ഭക്ഷണം തേടിയൊക്കെ വരുന്നു. പല സമയങ്ങളിലും നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഈ ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ കാറിലൊക്കെ പോകുമ്പോൾ അത് പ്രൊവോക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അതൊന്നും ഇവിടെ നടന്നിട്ടില്ലല്ലോ. ഈ ആളുകളെ കാണുമ്പോൾ പ്രത്യേകം അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് പ്രൊവോക്ക് ആവാനുള്ളൊരു റീസൺ എന്തായിരിക്കും? രാത്രി കാലങ്ങളിൽ ഇങ്ങനെ സഞ്ചരിച്ച് വീടുകളിൽ നിന്ന് വല്ലതും കിട്ടും പറഞ്ഞിട്ടായിരിക്കും മിക്കവാറും ഇറങ്ങുക. അപ്പൊ വീടുകൾ പൊളിച്ച് അതിനകത്തുനിന്ന് വല്ലതും എടുക്കാനായിരിക്കും ശ്രമിച്ചിട്ടുണ്ടാകുക. അപ്പൊ ഈ വീട്ടിലുള്ളവർ ഭീതിപ്പെട്ടിട്ടുണ്ടാവും. ആ ഭീതിപ്പെട്ട് നിലവിളി കൂട്ടിയ സമയത്ത് ഈ ആന ആക്രമിച്ചിട്ടാവുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ അമ്മ ആ വഴിയിൽ കൂടെ തന്നെ വെളിയിലേക്ക് കയറാനോ മറ്റോ ശ്രമിച്ചിട്ടുണ്ടാവും. ആ സമയത്താണ് അമ്മയും കുഞ്ഞും അതിദാരുണമായി മരണപ്പെടുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.